ഇസ്രായേൽ ലെബനാനിലേക്ക് കഴിഞ്ഞ ദിവസം വിട്ട ബങ്കർ ബസ്റ്ററിൽ ബോംബിൽ ഒന്ന് പൊട്ടാതെ മരുഭൂമിയിൽ വീണു എന്ന റിപ്പോർട്ട് ഏറെ പ്രാധാന്യത്തോടു കൂടിയാണ് അമേരിക്കയും ഇസ്രായേലും എതിരേറ്റത്, അതോടൊപ്പം ലോകവും. ഇതിൽ അമേരിക്കയ്ക്കുള്ള ആശങ്ക അവർ പ്രകടിപ്പിക്കുകയും ചെയ്തു. ഇസ്രായേലിനോടൊപ്പം ചേർന്നുകൊണ്ട് വളരെ പെട്ടെന്ന് തന്നെ ഈ പറയപ്പെട്ട ബങ്കർ ബസ്റ്റർ ബോംബ് തിരിച്ചു വാങ്ങണം എന്നുള്ളതാണ്. അതിൻ്റെ കാര്യം അവർ പറയുന്നത്, സാങ്കേതിക വിദ്യ ചോർത്തിക്കൊണ്ട് അത് ഇറാൻ്റെ കൈവശത്തിലേക്ക് എത്തപ്പെട്ട് കഴിഞ്ഞാൽ പിന്നീട് അതിനേക്കാൾ ശക്തമായിരിക്കുന്ന ബോംബ് നിർമ്മാണത്തിലേക്ക് ഇറാൻ എത്തും എന്നുള്ളൊരു പേടിയാണ് ഇസ്രായേലിനെയും അമേരിക്കയും ഇപ്പോൾ ഭയപ്പെടുത്തിയിരിക്കുന്നത്. അതുകൊണ്ട് ഈ ലെബനാൻ എന്ന് പറയുന്ന രാജ്യത്തെ ആക്രമിച്ച, ആ രാജ്യത്തുള്ള ജനങ്ങളെ കൊല്ലാൻ വേണ്ടി ശ്രമിച്ച ഒരു ബോംബാണ് ഈ പറയപ്പെട്ട ബങ്കർ ബസ്റ്റർ ബോംബ്. അതിൽ 3-ലധികം എണ്ണം പൊട്ടുകയും വലിയ രീതിയിലുള്ള നാശങ്ങളും മരണങ്ങളും റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തു. അതിലൊന്നാണ് ഹിസ്ബുള്ള മേധാവിയുടെ മരണത്തിൽ വരെ കലാശിച്ചത്. അങ്ങനെ ഇരിക്കുന്ന ഒരു രാജ്യത്ത് നിന്ന് ആ ബോംബ് തിരിച്ചു വാങ്ങിയാൽ ഒരിക്കലും ലെബനാൻ നൽകില്ല എന്ന് ഉറപ്പാണ്. കാര്യം അതിൻ്റെ അറ്റകുറ്റപ്പണികളൊക്കെ ക്ലിയറാക്കിക്കൊണ്ട് അതേ ബോംബ് കൊണ്ട് വീണ്ടും ലെബനാൻ ആക്രമിക്കും എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. അതുകൊണ്ട് അതവർ തിരിച്ചു തരിക എന്നുള്ളത് പ്രയാസകരമായിരിക്കുന്ന കാര്യമാണ്. ഇത് തന്നെ അവർ മറ്റ് പോംവഴി ഉപയോഗിച്ചുകൊണ്ടാണ് ഈ ഒരു രഹസ്യം ചോർത്തപ്പെട്ടത് എന്നുള്ളതാണ്. ആക്രമണം നടത്തിയതിനു ശേഷം പിന്നീട് അതിൻ്റെ നാശനഷ്ടത്തെക്കുറിച്ച് റിപ്പോർട്ടുണ്ടാക്കുക എന്നുള്ളത് സാധാരണഗതിയിൽ അമേരിക്കയും ഇസ്രായേലും യൂറോപ്യൻ രാജ്യങ്ങളും ചെയ്യുന്നതാണ്. അവരുടെ ബോംബുകൾ മറ്റ് രാജ്യത്ത് പരീക്ഷിക്കപ്പെട്ട് കഴിഞ്ഞാൽ അത് എത്രത്തോളം പ്രഹരശേഷി ഉണ്ട് എന്ന് മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ച് മറ്റ് പ്രദേശത്തേക്ക് അതിനെ വിന്യസിക്കുക, അല്ലെങ്കിൽ മറ്റു സ്ഥലത്തേക്ക് അത് പ്രയോഗിക്കുക എന്നുള്ളത് സാധാരണഗതിയിൽ അവരുടെ രീതിയാണ്. ആ രീതിയുടെ ഭാഗമായിട്ട്, അല്ലെ അതിൻ്റെ തുടർച്ചയായ രീതിയിലാണ് അവർ നിക്ഷേപിക്കപ്പെട്ട അല്ലെങ്കിൽ വിക്ഷേപിക്കപ്പെട്ട ബോംബുകൾ എത്രത്തോളം നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്ന് സാറ്റലൈറ്റ് ചിത്രങ്ങൾ സഹിതം അവർ പരിശോധിക്കുന്നതിലാണ് ഒരു ബോംബ്, ഈ പറയപ്പെട്ട ബങ്കർ ബസ്റ്റർ ബോംബ് പൊട്ടാതെ ലെബനാൻ്റെ ആളൊഴിഞ്ഞ പ്രദേശത്ത് വീണു എന്ന് മനസ്സിലാകുന്നത്. അപ്പോൾ പൊടുന്നതിനെ ചില അറേബ്യൻ പത്രങ്ങളിലൊക്കെ കാണുന്നത് അത് ഇറാൻ്റെ കൈവശത്തിലേക്ക് എത്തിയിരിക്കുന്നു എന്ന തരത്തിൽ ലെബനാൻ ഇറാന് കൈമാറുകയോ, അല്ലെങ്കിൽ ഹിസ്ബുള്ള ഗ്രൂപ്പും അതേപോലെ തന്നെ ഇറാനും തമ്മിൽ വലിയ രീതിയിലുള്ള ബന്ധമുണ്ട്. ആ ബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിൽ അവരത് കൊണ്ടുപോയിട്ടുണ്ട്, അല്ലെ കൈമാറ്റം ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്നും പറയപ്പെടുന്നുണ്ട്. ഈ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം വിഷയം എന്ന് പറയുന്നത്, അവർ എത്രത്തോളം കാലം ഉപരോധത്തിലാക്കിയിട്ടുണ്ടോ അത്രയും കാലം പ്രതിരോധ രംഗത്ത് സജീവമാകാൻ വേണ്ടി ഇറാൻ സാധിച്ചു എന്നുള്ളതാണ്. ഇതിനു മുൻപ് സൗദി അറേബ്യയും ഖത്തറും തമ്മിലുണ്ടായിരുന്ന വിഷയം ഉണ്ടായപ്പോൾ വളരെ പെട്ടെന്ന് ഖത്തറുമായിട്ടുള്ള എല്ലാ നയതന്ത്ര ബന്ധവും സൗദി അവസാനിപ്പിച്ചു. ഭക്ഷ്യധാന്യങ്ങൾ പോലും ഒരു പരിധിവരെ സൗദിയിൽ നിന്നായിരുന്നു ഖത്തറിലേക്ക് പോയിരുന്നത്. സ്വയം പര്യാപ്തത നേടാത്തൊരു രാജ്യം എന്ന നിലക്ക് പെട്ടെന്നുണ്ടായിരിക്കുന്ന സൗദി അറേബ്യയുടെ ഈ നിലപാട് മാറ്റം ഖത്തറിനെ അക്ഷരപ്രതി ഞെട്ടിപ്പിച്ചു. പക്ഷേ അതിജീവിക്കാൻ വേണ്ടി മറ്റ് പോംവഴികൾ തേടിയ ഖത്തർ തുർക്കിയുടെയും ലെബനാൻ പോലെയുള്ള രാജ്യങ്ങളുടെയും സഹായം തേടി. അവർ വലിയ രീതിയിലുള്ള സഹായം അവർക്ക് ചെയ്തു കൊടുക്കുകയും ചെയ്തു. അങ്ങനെ ഈ മേഖല കേന്ദ്രീകരിച്ചു കൊണ്ടാണ് പിന്നീട് ഭക്ഷ്യധാന്യങ്ങളും പച്ചക്കറികളും അടക്കം ഖത്തറിലേക്ക് പോയത്. പിന്നീട് ഘട്ടമായ രീതിയിൽ അവർ സ്വയം പര്യാപ്തത നേടി. ഇപ്പോൾ സ്വന്തമായ രീതിയിൽ പച്ചക്കറി ഉണ്ടാക്കുന്ന അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സാധിച്ചത് സൗദി അറേബ്യയുടെ ഉപരോധം മൂലമാണ്. അത് വലിയ രീതിയിലുള്ള ഗുണം ഖത്തറിന് ഉണ്ടാക്കി എന്ന് പറയപ്പെട്ടതാണ്. സമാനമായ രീതിയിലാണ് ഇറാനെ സംബന്ധിച്ചിടത്തോളം എല്ലാ കാലത്തും അമേരിക്ക ഉപരോധം ഏർപ്പെടുത്തുന്നു, സാമ്പത്തിക ഉപരോധം ഏർപ്പെടുത്തുന്നു, ആയുധ കൈമാറ്റവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിന് മറ്റു ലോക രാജ്യങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തുന്നു. ഈ രീതിയിലാണ് അവർ പോയിക്കൊണ്ടിരുന്നത്. അതിനിടയിൽ എന്ത് ചെയ്യുന്നത്, സ്വയം പര്യാപ്തം നേടി സ്വന്തമായിട്ട് മിസൈൽ ഉണ്ടാക്കാനും ആയുധം ഉണ്ടാക്കാനും ലോകോത്തര നിലവാരത്തിലുള്ള നിർമ്മിതികൾ സൃഷ്ടിക്കാൻ വേണ്ടിയിട്ട് ഇറാന് സാധിച്ചത് ഈ കാലഘട്ടത്തിലാണ്. 500 കിലോമീറ്റർ ദൂരപരിധിയുള്ള മിസൈൽ റഷ്യയിൽ നിന്ന് വാങ്ങിയിട്ട് അതിൻ്റെ സാങ്കേതിക വിദ്യ മനസ്സിലാക്കി അത് 700, 800, 1000 കിലോമീറ്ററുമാക്കി നീട്ടിയിട്ട് ഇതേ സാങ്കേതിക വിദ്യയോടുകൂടി ഉണ്ടാക്കപ്പെട്ട, അതായത് റഷ്യൻ സാങ്കേതിക വിദ്യയാൽ ഉണ്ടാക്കപ്പെട്ട നിർമ്മിതികൾ അത് ഇറാൻ്റെ സാങ്കേതിക വിദ്യയിലേക്ക് മാറ്റിക്കൊണ്ട് 500 കിലോമീറ്റർ ദൂരപരിധിയുള്ള മിസൈലിനെ 1000 കിലോമീറ്റർ ആക്കിയിട്ട് ഇതേ റഷ്യക്ക് തന്നെ വിൽപ്പന നടത്തുന്ന തന്ത്രശാലികളാണ് യഥാർത്ഥത്തിൽ ഇറാനികൾ എന്ന് പറയുന്നത്.
പിന്നീട് അവിടുന്ന് അങ്ങോട്ടും അവർക്ക് വലിയ വളർച്ചയുണ്ടായി. അങ്ങനെ അവർ പോയി കഴിഞ്ഞ ദിവസം സാറ്റലൈറ്റ് ചിത്രം അമേരിക്ക പുറത്ത് വിട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ പറയുമ്പോൾ 10,000 കിലോമീറ്റർ ദൂരപരിധിയുള്ള മിസൈൽ ഇറാൻ പരീക്ഷിച്ചു വിജയിച്ചു എന്നുള്ളതാണ്. ഇത് കൃത്യമായ രീതിയിൽ പറഞ്ഞാൽ ഇറാനിൽ നിന്ന് അമേരിക്കയെ ആക്രമിക്കാൻ പാകത്തിലാണ്. 10,500 കിലോമീറ്റർ 9,500 കിലോമീറ്റർ കഴിഞ്ഞാൽ ഇവിടുന്ന് ഇറാനിൽ നിന്ന് പിന്നീട് അമേരിക്കയുടെ അതിർത്തിയിലേക്ക് എത്തും. 10,000 കിലോമീറ്റർ ദൂരപരിധിയുള്ള മിസൈൽ നിർമ്മിച്ച ഒരു രാജ്യത്തിന് അത് 14,000-15,000 കിലോമീറ്റർ വർദ്ധിപ്പിക്കാൻ വല്ലാത്ത സമയമൊന്നും ആവശ്യമുണ്ടാവില്ല. ആ ഒരു രീതിയിലേക്ക് യഥാർത്ഥത്തിൽ കാര്യങ്ങൾ മാറിയിരിക്കുന്നു എന്നുള്ളതാണ്. എന്ന് വെച്ചാൽ ഇറാനിൽ നിന്ന് അമേരിക്കയെ ആക്രമിക്കാൻ വേണ്ടിയിട്ട് കഴിയുന്ന തരത്തിൽ അവരുടെ സാങ്കേതിക വിദ്യ വലിയ രീതിയിൽ മുന്നേറ്റം ഉണ്ടാക്കി എന്നുള്ളത് യഥാർത്ഥത്തിൽ അമേരിക്കയെ ഞെട്ടിപ്പിച്ചിരിക്കുന്ന കാര്യമാണ്. അതിനിടയിലാണ് ഇപ്പോൾ എന്തുണ്ടാകുന്നത്, GBU 39B എന്ന് പറയുന്ന ക്ലസ്റ്റർ ബോംബുകളാണ് എന്ന വ്യോമ ആക്രമണ രീതിയുമായിട്ട് ബന്ധപ്പെട്ട് ഉപയോഗിച്ച ഈ ക്ലസ്റ്റർ ബോംബാണ് ലെബനാനിൽ പൊട്ടാതെ കിടന്നത്. അതിൻ്റെ ചിത്രങ്ങൾ രഹസ്യമായ രീതിയിൽ ശേഖരിക്കാൻ വേണ്ടി ഇസ്രായേലിന് സാധിച്ചു. ഈ പൊട്ടാതെ കിടന്ന ബോംബുമായി ബന്ധപ്പെട്ട വിവരം ലെബനാൻ സർക്കാരിൽ വലിയ രീതിയിൽ ആകാംക്ഷ ഉണ്ടാക്കി. അവർ വളരെ പെട്ടെന്ന് തന്നെ ഈ വിവരം വളരെ രഹസ്യമായ രീതിയിൽ സൈനികർക്ക് നൽകുകയും അത് അവിടെ നിന്ന് ശേഖരിക്കുകയും മറ്റ് രഹസ്യകാര്യത്തിലെ സ്ഥലത്തേക്ക് അത് മാറ്റുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. അതിനർത്ഥം അവരുടെ കൈവശത്തിൽ അതില്ല എന്നുകൂടി മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. സംഭവം വിവാദമായതോടുകൂടി ഇറാൻ പ്രതികരണമൊന്നും നടത്തിയിട്ടില്ല. പക്ഷേ കൈമാറ്റം ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട് അതിൽ ഈ അമേരിക്കയും ഇസ്രായേലും ഇടപെട്ടു. തങ്ങളുടെ പൊട്ടാത്ത മിസൈൽ ഭാഗങ്ങൾ അല്ലെങ്കിൽ മിസൈൽ എന്ന് പറയുന്നത് തങ്ങൾക്ക് തിരിച്ചു വേണം എന്നാണ് അവരാവശ്യപ്പെട്ടത്. തങ്ങളുടെ രാജ്യത്ത് ആക്രമിക്കാൻ വേണ്ടി വന്ന ശത്രുവാണ് യഥാർത്ഥത്തിൽ ഈ പറയപ്പെട്ട ബങ്കബസ്റ്റർ മിസൈൽ അല്ലെങ്കിൽ ബോംബ്. അത് തങ്ങൾ ഒരിക്കലും തിരിച്ചു നൽകില്ലെന്ന് അവർ പറയുകയും ചെയ്തു. അങ്ങനെ മറ്റൊരു സംഘർഷാവസ്ഥയിലേക്കും മറ്റൊരു സ്ഥിതിയിലേക്കും ഈ കാര്യങ്ങൾ പോകുന്നതോടൊപ്പം തന്നെ ഇവരിപ്പോൾ മനസ്സിലാക്കുന്ന കാര്യം, അമേരിക്ക അടക്കമുള്ള രാജ്യങ്ങൾ ഇപ്പോൾ പേടിക്കുന്ന കാര്യം, ഇതേ മിസൈലിൻ്റെ സാങ്കേതിക വിദ്യ കൊണ്ട് നിർമ്മിക്കപ്പെട്ട മിസൈൽ കൊണ്ട് വല്ലാതെ വൈകാതെ തന്നെ ഇസ്രായേലിനെ ആക്രമിക്കും എന്ന തരത്തിലേക്കാണ്. ഈ ബങ്കബസ്റ്ററിൻ്റെ നിർമ്മിതികൾ അമേരിക്കയാണ്, അത് ഈ ഇസ്രായേലിൻ്റെതല്ല എന്ന് പറയുന്നു. പക്ഷേ ഈ ബങ്കർബസ്റ്റർ എന്ന് പറഞ്ഞ വളരെ അപൂർവമായ രീതിയിൽ മാത്രമാണ് ലോകരാജ്യങ്ങളിലേക്ക് ഉള്ളത്. അത് വളരെ കൃത്യതയോടുകൂടി ലക്ഷ്യം കണ്ടുകൊണ്ട് ആക്രമിക്കാൻ സാധിക്കും. ഭൂമി തുരന്നുകൊണ്ട് 10 മീറ്റർ മുതൽ 50 മീറ്റർ വരെ ഭൂമിയുടെ അടിഭാഗത്ത് പോയി പൊട്ടിത്തെറിക്കാൻ ശക്തിയുള്ളതാണ്. ഇതാണ് ലെബനാൻ ഹിസ്ബുള്ള ഗ്രൂപ്പിനെ ആക്രമിക്കാൻ വേണ്ടിയിട്ട് ഇസ്രായേൽ മുമ്പ് ഉപയോഗിച്ചത്. അങ്ങനെയാണ് ഹസൻ നസ്രുള്ള 2024 കാലഘട്ടത്തിൽ കൊല്ലപ്പെട്ടത്. അദ്ദേഹത്തോടൊപ്പം 20ഓളം സൈനികർ കൊല്ലപ്പെട്ട റിപ്പോർട്ട് വന്ന് പുറത്തു വന്നു. അതിന് ഉപയോഗിക്കപ്പെട്ട വളരെ പ്രധാനമായിരിക്കുന്ന ബോംബാണ് ഈ പറയപ്പെട്ടത്. ഇതിൻ്റെ സാങ്കേതിക വിദ്യ ചോരാത്ത രീതിയിൽ ഇത്രയും കാലം അമേരിക്ക സംരക്ഷിച്ചു വന്നിരുന്നു. എന്നാൽ ഇപ്പോൾ അവർക്ക് കൈമോശം വന്നിരിക്കുന്നു. അത് ഇറാൻ്റെ കൈവശത്തിലേക്ക് എത്തുന്ന സമയത്ത് വലിയ തിരിച്ചടി ഉണ്ടാകും എന്ന ഭയം ഇസ്രായേലിനുണ്ട്, അമേരിക്കക്കുണ്ട്. അതുകൊണ്ടാണ് അവർ അത് തിരിച്ചു ചോദിച്ചത് നൽകിയിട്ടില്ലെങ്കിൽ പിന്നീട് അതിനു വേണ്ടിയിട്ട് അമേരിക്ക ഇടപെട്ട് ഒരു യുദ്ധം ചെയ്യാനൊന്നും കഴിയില്ല എന്നുള്ളത് യഥാർത്ഥത്തിൽ ഇറാനും അറിയാവുന്നതാണ്. ലെബനാൻ്റെ കൈവശത്തിലുള്ള അല്ലെങ്കിൽ ഹിസ്ബുള്ള ഗ്രൂപ്പിൻ്റെ കൈവശത്തിലുള്ള മർമ്മപ്രധാനമായിരിക്കുന്ന അത്യാധുനിക ആയുധങ്ങളെല്ലാം ഇറാൻ നൽകിയതാണ് എന്നുള്ളത് കൃത്യമാണ്. അതിൽ പലതും ഇറാൻ്റെ നിർമ്മിതമാണ്. ഇറാൻ നിർമ്മിക്കപ്പെട്ട മിസൈലുകളാണ് ഇസ്രായേൽ പരീക്ഷിക്കപ്പെട്ടത്. അവർ കഴിഞ്ഞ ഈ മാസം ജൂലൈ മാസത്തിൽ നടന്നിരുന്ന യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് അത്രയും മിസൈലുകൾ അവർ നിർമ്മിക്കപ്പെട്ട അത്രയും മിസൈലുകൾക്ക് പൂർണ്ണമായിരിക്കുന്ന അല്ലെങ്കിൽ 100% വിജയമുണ്ടായി എന്നുള്ളത് സ്ഥിരീകരിക്കപ്പെട്ടതാണ്. എല്ലാവിധ പ്രതിരോധ സംവിധാനം തകർത്തുകൊണ്ടാണ് ഇറാൻ്റെ നിർമ്മിതമായിരിക്കുന്ന ആയുധങ്ങൾ അവിടെ തീത്തുപ്പിയത്. അതോടുകൂടി ഒരു കാര്യം ലോകത്തിന് മനസ്സിലായി, ഇറാൻ്റെ കൈവശത്തിലുള്ള ആയുധങ്ങളെല്ലാം അത്യാധുനിക ആയുധങ്ങളാണ് എന്നുള്ളതും വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി പാകത്തിലുള്ളതാണെന്നും ലോകത്തിന് പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്തതാണ് ഈ ആക്രമണങ്ങൾ.